കൂട്ടുകാരെ, നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ? ചോര കണ്ണുകളും നീണ്ട കൂർത്ത കോപ്പലുകളും തൂങ്ങിയാടുന്ന ചെവികളുള്ള ഭൂതത്തിനെ, മനുഷ്യനെ കൊണ്ടു തിന്നുന്ന ഭൂതത്തിനെ, അങ്ങനെ ഒരു ഭൂതത്തിനെ തന്റെ പ്രാണികളെക്കാൾ സ്നേഹിച്ച നമ്മുടെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ശ്രീടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഭൂതപ്പാട്ടുന്ന കവിതയുടെ കഥാരൂപമാണിത്. പണ്ട് ഒരു പാർക്കത്തിന്റെ മുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. അതേപോലെ നല്ല വഴിതെറ്റിച്ചു കൊണ്ടുപോന്നു അവന്റെ പതിവ്. അത് രൂപത്തിലും പാത്തിലും പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഇരിക്കുന്ന ഭൂതരി ഇഷ്ടാന ഭോജനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതാ മരച്ചോട്ടിൽ ഒരു സുന്ദരി നിൽക്കുന്നു. ഭൂതരിക്ക് അവളെ കണ്ടപ്പോൾ സന്തോഷമായി. അവളോട് കുശലമൊക്കെ പറഞ്ഞ് മണ്ണുള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നെ നമ്മളുടെ ആരും കണ്ടില്ല. അപ്പോഴാണ് കുഞ്ചിൽ താമസിക്കുന്ന നങ്ങേലി തന്റെ മകനെ പള്ളിക്കൂടത്തിലേക്ക് അയച്ചത്. സ്വർണ്ണ കസവുള്ള മുണ്ടെടുത്ത് നെറ്റിയിൽ ചന്ദ്രകൂടിയുമായി നടന്നവരുടെ കണ്ടാൽ ആരാണ് കൊച്ചു പോകാത്തത്? അപ്പോൾ ഭൂതത്തിനൊരാശ, ഈ ഉണ്ണെ എനിക്ക് വളർത്താനെന്താ? എന്റെ ഭൂതം ഒരു പെൺകിടാവിന്റെ വേഷമെടുത്ത് അവന്റെ അടുത്തേക്ക് ചെന്നു. അവൻ കളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയി. നേരം സന്ധ്യയായി. പള്ളിക്കൂടത്തിലേക്ക് പോയി ഉണ്ണി തിരിച്ചെത്തിയില്ല. നങ്ങേലിയാകെ പേടിച്ചു. അവൾ അവിടെയും എവിടെയും ഉണ്ണിയെ തെരഞ്ഞു. ഉണ്ണി ഉണ്ണി ആരെങ്കിലും ഉണ്ണിയെ കണ്ടോ? അപ്പോഴാണ് അതുമായി പോകുന്ന ചാത്തനെ ശ്രദ്ധിച്ചത്. ചാത്ത ഉണ്ണിയെ കണ്ടോ? ഉമ്മ തമ്പ്രാട്ടെ, ഒരു പെൺകിടാവിന്റെ കൂടെ കളിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോകാണ്ട്. എനിക്ക് മനസ്സിലായി തന്റെ മകനെ ഭൂതം കൊണ്ടുവരാൻ സത്യം അവൾ മനസ്സിലാക്കി. അവൾ കരണ്ടുകൊണ്ട് മലമുകളിലേക്ക് ഓടി. ഹേ ഭൂതമേ, എന്റെ ഉണ്ണി എനിക്ക് തിരിച്ചു തരൂ, എന്റെ ഉണ്ണി വേഗം എനിക്ക് തിരിച്ചു തരൂ. ഉടൻ ഉണ്ണിയുടെ അമ്മ മനസ്സിലാക്കിയ ഭൂതം ഭേമാരായും കൊടുങ്കാറ്റായും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരടി പോലും അവൾ പിന്നോട്ട് വെച്ചില്ല. ഒരു സ്വർണ്ണ ഇത് കണ്ട് നങ്ങേലിക്ക് കോപം മടക്കാൻ കഴിഞ്ഞില്ല. അവൾ രണ്ടു കണ്ണുകളും ചോർന്നെത്തി ഭൂതത്തിൽ സമർപ്പിച്ചു. ഹേ ഭൂതമേ, എന്റെ രണ്ടു കണ്ണുകൾ കാട്ടി വലുതാണ്. എന്റെ വേഗം എനിക്ക് തിരിച്ചു തരൂ. നങ്ങേലിക്ക് കണ്ണിലായപ്പോൾ ഭൂതത്തിന് ദുഃഖി തോന്നി. നങ്ങേലിക്ക് ഇപ്പോൾ കണ്ണില്ലല്ലോ, ഒരു ഉണ്ണിയെ ഉണ്ടാക്കി നൽകിയപ്പോഴേ. ഉടനെ ഭൂതം തെച്ചിക്കൊമ്പൊടിച്ച് ഒരു ഉണ്ണിയെ ഉണ്ടാക്കി നൽകി. നങ്ങേലി ഉണ്ണിയെ വാരി പുടർന്നു. നെറ്റിയിലും കവിളിലും മാറി മാറി ഉപയോഗിച്ചു. നങ്ങേലിക്ക് മനസ്സിലായി തന്റെ ഉണ്ണിയല്ലാന്ന്. പെറ്റ വയന്നെ വഞ്ചിച്ച ഭൂതമേ, ഞാൻ നിന്നെ ശപിക്കുന്നു. ഒരു പെറ്റമേയുടെ ശാപം തനിക്ക് താങ്ങാനാവില്ലാന്ന് ഭൂതത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ രണ്ടു കണ്ണുകളും ഉടനെ അവൾക്ക് തിരിച്ചു നൽകി. എന്നെ വിട്ടു വരുന്ന വിഷമം കണ്ട് നങ്ങേലി പറഞ്ഞു, വർഷത്തിലൊരിക്കൽ നീ എന്റെ ഉണ്ണിയെ കാണാൻ വന്നോളൂ. കൂട്ടുകാരെ, ഈ കല്ലിലൊരു ഗുണപാഠമുണ്ട്. അമ്മമാർ നമ്മളെ അടിക്കും, ശകായിക്കും. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പോഴോളം സ്നേഹം മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം